ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവനിൽ പ്രവൃത്തി നടക്കുന്നുണ്ട്. നമുക്കെന്താ നടക്കുന്നതെന്ന് നോക്കാം. ഒരു വാക്യം വായിക്കാം. ഹെബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഒരിക്കൽ കൂടി വീണ്ടും വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. മക്കൾ മാംസരക്തങ്ങളോട് കൂടിയവരാകയാൽ അദ്ദേഹവും മാംസരക്തവുമുള്ളവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കിക്കളഞ്ഞ് ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെ വിടുവിച്ചു. 2 വാക്യങ്ങൾ ചേർത്താണ് വായിച്ചത്. മക്കൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, അല്ലെങ്കിൽ ഭൂമിയിലെ ജനങ്ങൾ. മാംസരക്തങ്ങളുള്ളവരാകയാൽ, അത് വളരെ ലളിതമാണ്. അദ്ദേഹവും മാംസരക്തമുള്ളവനായി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കിക്കളഞ്ഞ് ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെ വിടുവിച്ചു. ഈ ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെ വിടുവിച്ചു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവൻ, സ്നാനപ്പെട്ടവൻ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവൻ, വിശുദ്ധിയോടും വേർപാടോടും കൂടെ ജീവിക്കുന്നവൻ, ആരാധിക്കുന്നവൻ, അപ്പം മുറിക്കുന്നവൻ, പ്രാർത്ഥിക്കുന്നവൻ, അവനെ സംബന്ധിച്ച് മരണം ഒരു വിഷയമേ അല്ല. അങ്ങനെ നിൽക്കുന്ന ഒരുത്തനെ സംബന്ധിച്ച് മരണം എന്ന് പറയുന്നത് കഷ്ടത, വേദന, പ്രയാസം, ഞെരുക്കം, സങ്കടം എല്ലാം ഉള്ള ഈ ജീവിതത്തിലെ ഈ ശരീരത്തിനെ ഇവിടെ ഇട്ടിട്ട് ഇതൊന്നുമില്ലാത്ത വിശ്രമ സ്ഥലത്തേക്ക് കടന്നു പോകുകയും ഒരു നിശ്ചിത കാലം അവിടെ വിശ്രമിക്കുകയും കർത്താവിൻ്റെ 2ാമത്തെ വരവിന് ശേഷം അവനോടൊപ്പം അവൻ്റെ രാജ്യത്തിലേക്ക് പോകുകയും ചെയ്യേണ്ട ഒരവസ്ഥയാണ് മരണം. അവന് മരണം പേടിയല്ല. അങ്ങനെയുള്ളവർക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ അവൻ അയ്യോ പൊത്തോന്ന് കിടന്ന് കാറുകയില്ല. അങ്ങനെയുള്ളവൻ മരണത്തിൽ സന്തോഷിക്കുന്നു. അങ്ങനെ മരണത്തിൽ സന്തോഷിക്കുന്ന രീതിയിലുള്ള ഒരുത്തനെക്കുറിച്ചാണ് പറയുന്നത്. ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെ വിടുവിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിലാകുന്നില്ലേ മരണഭീതിയാണ്. നമുക്കറിയാം, ചില ക്യാൻസർ രോഗികളൊക്കെ ശരീരം മുഴുവൻ തീർന്ന് അങ്ങേയറ്റത്ത് ചെല്ലുമ്പോഴും അവർ പറയുന്നത് മക്കളെ വിടരുത്, എങ്ങനെയാലും അമേരിക്ക കൊണ്ടുപോയാലും ഞങ്ങളെ പിടിക്കണമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? എന്നാൽ കാര്യങ്ങൾ മനസ്സിലാകാമെങ്കിൽ നമ്മുടെ ഭയം തന്നെ മാറിപ്പോകും. ഇവിടെ ഈ ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവരെ മാംസരക്തങ്ങളോടുകൂടെ ഇറങ്ങി വന്ന് യേശുക്രിസ്തു വിടുവിച്ചു എന്നാണ് ഈ വചനം വായിക്കുന്നത്. അതായത് ഈ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്ന് മനുഷ്യൻ്റെ ജീവൻ്റെ രക്തത്തിൽ മുഴുവൻ മരണത്തിൻ്റെ ആധിപത്യം വന്നത് മാറ്റിക്കളയാൻ ക്രിസ്തു മനുഷ്യാവതാരം എടുത്തേ മതിയാവും. എന്നിട്ട് മനുഷ്യാവതാരം എടുത്താൽ പോരാ, ഈ ആദത്തിൻ്റെ സന്തതിയായ, അബ്രഹാമിൻ്റെ സന്തതിയായ, ദാവീദിൻ്റെ സന്തതിയായ ക്രിസ്തു, ആ തലമുറയിലുള്ളതാണ് ക്രിസ്തു. ഈ ക്രിസ്തു ഈ തലമുറയ്ക്കകത്തോട്ട് വന്ന് മനുഷ്യനായിട്ട് കയറി. മനുഷ്യനായിട്ട് കയറിയപ്പോൾ ഈ രക്തം അവൻ്റെ ശരീരത്തിലും കയറി. അതിനുവേണ്ടി ശരീരത്തിലോട്ട് കയറുക. എന്നിട്ട് ഈ ശരീരത്തിലെ മുഴുവൻ രക്തം ഒരു തുള്ളി പോലും ഇല്ലാതെ ശരീരത്തിൽ നിന്ന് ഒഴുക്കിക്കളഞ്ഞു. എന്നിട്ട് മാംസത്തിൽ മരിച്ചുയർക്കണം. ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഒന്നാമത് ദൈവത്തിൻ്റെ പദ്ധതികൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ വിശ്വാസത്തിൻ്റെ കണ്ണു വേണമെന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവ് കൂട്ടത്തിൽ വേണം. ഈ മാംസത്തിൽ മരിക്കണമെങ്കിൽ രക്തം മുഴുവൻ പുറത്തു പോകണം. മരണത്തിൻ്റെ ആധിപത്യം നീക്കണമെങ്കിൽ ശരീരത്തിൽ ഒരു തുള്ളി രക്തമില്ലാതെ പുറത്തു പോകണം. സാധാരണ മനുഷ്യൻ മരിക്കുന്ന പോലെ കുറച്ച് രക്തം പോയാൽ പോരാ. നമ്മുടെ ശരീരത്തിലെ രക്തം ഏതാണ്ട് ഒരു 8 ലിറ്ററൊക്കെയാണ് മനുഷ്യ ശരീരത്തിലുള്ളതെങ്കിൽ എത്രയാണ് അത് ഉള്ളതെങ്കിൽ അത് പൂർണ്ണമായിട്ട് പുറത്തൊന്നും പോകണ്ട. ഒരു നല്ല ശതമാനം പോകുമ്പോൾ ആൾ മരിക്കും. പക്ഷേ ഈ മാംസത്തിൽ നിന്ന് ഈ വിഷം ഇറങ്ങി പോകണമെങ്കിൽ മുഴുവൻ രക്തവും വെളിയിൽ പോകണം. അതുകൊണ്ടാണ് യേശു കാൽവരിയിൽ അവസാനത്തുള്ളി രക്തം വരെ ചിന്തിയത്. പിന്നെ വിശ്വാസി ക്രിസ്തുവിൻ്റെ മാംസവും രക്തവും ഭക്ഷിക്കുകയും ചെയ്താൽ നിത്യജീവൻ പ്രാപിക്കുമെന്ന് ഞാനല്ല പറഞ്ഞത്, വചനമാണ് പറഞ്ഞത്. എൻ്റെ പ്രായോഗിക വശം യേശു ദൈവമാണ്, ആണല്ലോ. അവനാണ് സൃഷ്ടി മുഴുവൻ നടത്തിയത്. ക്രിസ്തു ആണല്ലോ സൃഷ്ടി മുഴുവൻ നടത്തിയത്. കൊളോസി ലേഖനത്തിൽ 1:15, 16, 17 വാക്യം. സൃഷ്ടികൾ എങ്ങനെ ഉണ്ടായി? അവൻ പറഞ്ഞു ഉണ്ടാകട്ടെ. ആര് പറഞ്ഞു? ക്രിസ്തു പറഞ്ഞു ഉണ്ടാകട്ടെ.
അവൻ കൽപ്പിച്ചു, അവൻ സൃഷ്ടിക്കപ്പെട്ടു. സൂര്യനുണ്ടാകട്ടെ എന്ന് അവൻ കൽപ്പിച്ചു, സൂര്യനുണ്ടായി. അപ്പോൾ അവൻ പറഞ്ഞു, കയ്യിലിരിക്കുന്ന ഒരപ്പം എടുത്ത് ഉയർത്തിയിട്ട് പറഞ്ഞു, ഇതെൻ്റെ ശരീരമാകുന്നു. അവൻ പറഞ്ഞപ്പോൾ സൂര്യനുണ്ടായെങ്കിൽ അവൻ പറഞ്ഞാൽ അപ്പവും ശരീരമാകും. പറഞ്ഞവൻ ദൈവമാണ്. എല്ലാ അപ്പത്തിനകത്തും ജീവനുണ്ട്. അതെങ്ങനെയാണെന്നറിയോ? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ വിശന്ന് പൊരിഞ്ഞിങ്ങ് വന്ന് ഭക്ഷണം കഴിച്ചാൽ ഉടനെ തന്നെ നമുക്ക് ബലമായി. പക്ഷേ ഭക്ഷണം അകത്തോട്ട് പോയതേ ഉള്ളൂ, അത് ദഹിച്ചിട്ടില്ല. ദഹിക്കുന്നതിന് ഇപ്പോൾ എങ്ങനെയാണ് ബലമായത്? ഓരോ വിത്തിനകത്തും, ഈ ഭക്ഷണമല്ല ഏതെങ്കിലും ഒരു വിത്തിൻ്റെ ഫലമാണല്ലോ, ഓരോ വിത്തിനകത്തും ഒരു ജീവനുണ്ട്. അതുകൊണ്ടാണ് വിത്ത് വിതയ്ക്കുമ്പം വേറൊരു ചെടി ഉണ്ടാകുന്നത്. ഈ ജീവൻ, വിത്തിനകത്തുള്ള ജീവൻ, വിത്ത് പൊടിച്ചാലും ആ ജീവൻ അതിനകത്തിരിക്കും. വിത്ത് പൊടിക്കുമ്പോഴാണ് ധാന്യങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈ പൊടികൾ ഉണ്ടാകുന്നത്. ഈ പൊടി വെച്ചൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഈ ജീവൻ അതിനകത്തുള്ളത് കൊണ്ട് വിത്തിൻ്റെ ജീവൻ എൻ്റെ ജീവനോടുകൂടി എൻ്റെ ഉമ്മിനീരിലേക്ക് ഈ ഭക്ഷണം ചേരുമ്പോഴേ, എൻ്റെ ഉമ്മിനീരിൽ കൂടെ ഈ ഭക്ഷണത്തിൻ്റെ ഈ വിത്തിൻ്റെ ജീവൻ, ധാന്യത്തിൻ്റെ ജീവൻ എൻ്റെ ജീവനോട് ചേരുന്നത് കൊണ്ടാണ് എനിക്ക് ബലമാകുന്നത് എന്ന് പറഞ്ഞതുപോലെ, യേശു വാഴ്ത്തിയ അല്ലെങ്കിൽ ശിഷ്യന്മാർ, യഥാർത്ഥത്തിലുള്ള ശിഷ്യന്മാർ അപ്പമെടുത്ത് വാഴ്ത്തുമ്പോൾ അത് യേശുവിൻ്റെ ശരീരം ആയി മാറും എന്ന് പറഞ്ഞാൽ, യേശുവിൻ്റെ ശരീരം എൻ്റെ ഉള്ളിൽ വന്നാൽ എന്ത് ചെയ്യണമോ അത് ചെയ്യത്തക്കവണ്ണം ഈ അപ്പം മാറും. വീഞ്ഞെടുത്ത് വാഴ്ത്തി അല്ലെ ഉയർത്തി വാഴ്ത്തുമ്പോൾ യേശുവിൻ്റെ രക്തം എൻ്റെ ശരീരത്ത് വന്നാൽ എന്തു ചെയ്യണമോ അത് ഈ രക്തം ചെയ്യും. അത് ഞാൻ വിശ്വസിക്കുകയും വേണം. അപ്പോൾ ഈ ധാന്യത്തിൻ്റെ ജീവൻ എൻ്റെ വായിലേക്ക് ചെന്ന് കഴിയുമ്പോൾ, ധാന്യം ചെന്ന് കഴിയുമ്പോൾ, ചവയ്ക്കുമ്പോൾ ഉമ്മുനീരുമായി ചേർന്ന് കഴിയുമ്പോൾ അതെൻ്റെ ജീവനായി മാറും. അത് ദഹിച്ച് കഴിയുമ്പോൾ എൻ്റെ രക്തമായും മാറും. പിന്നീട് അതിൻ്റെ മാംസവുമായി മാറും. അങ്ങനെ അർത്താൽ വിത്തിൻ്റെ ജീവൻ എൻ്റെ രക്തമായിട്ട് മാറും. വിത്തിൻ്റെ ജീവൻ എൻ്റെ ജീവനായിട്ടും മാറും. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഈ പല്ലുവേദനയുള്ളപ്പോൾ ഉപ്പുവെള്ളം കൊള്ളും. ഉപ്പുവെള്ളം കൊള്ളുമ്പോൾ ഉടനെ പല്ലുവേദന മാറും. അതിൻ്റെ കാര്യം എന്നാ? അതിൻ്റെ സയൻസ് എന്നാ? സംഭവിക്കുന്നത്രേ ഉള്ളൂ. പല്ലിന് ജീവനുണ്ട്. പല്ലിനകത്ത് വേദന ഉണ്ടാക്കുന്ന കീടങ്ങളുണ്ട്, അതിനും ജീവനുണ്ട്. ഉപ്പുവെള്ളം കീടത്തെ കൊല്ലുന്നു, അന്നേരം വേദന മാറുന്നു. ഇതതിൻ്റെ സയൻസ്. ഇതുപോലെ വായ്ക്കകത്തു പോകുന്ന എല്ലാത്തിൻ്റെയും പുറകിൽ സങ്കീർണമായ പ്രവർത്തനമുണ്ട്. അത് ജീവനി പ്രവർത്തിക്കുന്നുമുണ്ട്. സാധാരണ ഒരു ഭക്ഷണം അത് എൻ്റെ വായ്ക്കകത്ത് ചേർന്ന് ഉമ്മുനീരുമായി ചേരുമ്പോൾ അതിൻ്റെ ജീവൻ എൻ്റെ ജീവനിലേക്ക് പകരുന്നു. അത് എൻ്റെ ഉള്ളിൽ ദഹിക്കുമ്പോൾ അതെൻ്റെ രക്തമായി മാറുന്നു, എൻ്റെ മാംസമായി മാറുന്നു. എൻ്റെ രക്തത്തിൽ എൻ്റെ ജീവനായി അത് മാറുന്നു. അങ്ങനെയെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ഒരപ്പം എടുത്ത്, അല്ലെങ്കിൽ അത് വചനം പറഞ്ഞ വ്യവസ്ഥയിൽ ഒരപ്പം ഉണ്ടാക്കി, അത് യോഗ്യതയുള്ള ഒരു ശുശ്രൂഷകൻ അത് ഉയർത്തി വാഴ്ത്തുമ്പോൾ അത് യേശുവിൻ്റെ ശരീരം തന്നെയായി മാറുന്നു. അതെൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് മത്സ്യത്തിൻ്റെയോ മാംസത്തിൻ്റെയോ ഒക്കെ നമ്മൾ കഴിക്കുമ്പോൾ അത് ഉള്ളിലേക്ക് പോയി എനിക്ക് രക്തവും എനിക്ക് ബലവും എനിക്ക് ജീവനുമായി മാറുന്നത് പോലെ യേശു പറഞ്ഞ ഈ ശുശ്രൂഷ ചെയ്യുമ്പോഴും നമ്മൾ മുന്നോട്ട് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകെ. അതുകൊണ്ടാണ് ഇത്ത കയറി വരുന്നത്. ഞാൻ എൻ്റെ ശ്രോതാക്കളോട് പറയട്ടെ, ഞങ്ങൾ ഇതിന് 1, 2 എന്ന് നമ്പർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കയറി മനസ്സിലാക്കിയാൽ നിങ്ങൾ സഭകളിൽ ചെല്ലുമ്പോൾ പ്രസംഗം കേൾക്കുന്ന പോലെ ആയിപ്പോവും. എനിക്ക് വ്യക്തമായിട്ട് പറയാം, കേരളത്തിലെ നല്ലൊരു ശതമാനം വിശ്വാസികൾക്കും എന്ന് പറഞ്ഞ ഒരു 99.9% വിശ്വാസികൾക്കും ഇതിൻ്റെ ഒന്നും കാര്യങ്ങളൊന്നും അറിയത്തില്ല. പലർക്കും ബുദ്ധിയിൽ കുറച്ച് വചനങ്ങൾ അറിയാമെന്നല്ലാതെ എവിടെയാണ് ടെക്നിക്കലി വർക്ക് ചെയ്യുന്നതെന്നൊന്നും ഇവർക്കാർക്കും അറിയില്ല. എന്തിന് ശുശ്രൂഷകർക്ക് പോലും നല്ലൊരു ശതമാനത്തിനും അറിയത്തില്ല. അതുകൊണ്ട് ഇത് നിങ്ങൾ ഓർഡറായി നമ്മൾ 1 എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുക. അപ്പോൾ ഇങ്ങോട്ട് വരുന്നത് നിങ്ങൾ തുടർച്ചയായിട്ടും ഇങ്ങനെ കേട്ട് വന്നാൽ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് 10 മുതൽ 15 മിനിറ്റിനിടയ്ക്കുള്ള സമയങ്ങളേ ഉള്ളൂ. അപൂർവം ചില ദിവസങ്ങളിൽ മാത്രമേ ദീർഘമായ മെസ്സേജുകളുള്ളൂ. അപ്പോൾ ഈ 10 മുതൽ 15 വരെയുള്ള സമയങ്ങൾ അത് നിങ്ങൾ സമയമായിട്ട് ശാന്തമായിട്ടിരുന്ന് 1 മുതൽ ഓർഡറായി കേട്ട് വരാമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കും. ഒരു കാര്യം കഴിഞ്ഞ് അതിൻ്റെ ബാക്കിയായിട്ടാണ് അടുത്തത് പറയുന്നത്. ഇനി നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ മേശയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ 1-2 കാര്യങ്ങളോടെ കഴിഞ്ഞ് നമ്മളങ്ങ് പറയും. ഇപ്പോൾ അത് എന്തിനാണ് അതെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അവസാനം പറയുന്നു, മക്കൾ മാംസരക്തം ഉള്ളവനായതുകൊണ്ട് യേശുവും മാംസരക്തം ഉള്ളവനായി മാറി. ആദം മുതൽ തലമുറയിൽ മക്കൾ ജനിക്കുന്നത് കൊണ്ട് ദൈവമായിരുന്ന യേശുവും കൂടെ ഇടയ്ക്ക് വന്ന് ഇതിനകത്ത് കയറി. ഇടയ്ക്കെന്നല്ല, സമയത്ത് വന്ന് കയറി. യേശു വന്ന് ഇതിനകത്ത് കയറിയതും യേശു ഇവിടെ ജീവിച്ചതും
പിന്നെ യേശു എന്നാത്തിനാ വന്നെന്നൊന്നും ഈ ലോകത്തിൻ്റെ അധികാരിക്ക് പിടികിട്ടിയില്ലെന്ന് കൃത്യമായ വാക്യമുണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ. അപ്പോൾ പിന്നീട് യേശു എന്താ ചെയ്തതെന്നുള്ളത് പെന്തിക്കോസുകാരനും പിടികിട്ടിയില്ല, നല്ലൊരു ശതമാനത്തിനും പിടികിട്ടിയില്ല. അത് ഞാൻ മുന്നോട്ട് പല കാര്യത്തിലും പറഞ്ഞെടുക്കാം. അപ്പോൾ യേശു എന്താ ചെയ്തതെന്ന് നമ്മൾ അറിയണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ രക്തത്തിൽ, നമ്മുടെ ശരീരത്തിൽ ഇത് എന്താ ചെയ്യുന്നതെന്ന് അറിഞ്ഞാലേ നമുക്കിത് വിശ്വസിക്കാൻ കഴിയുള്ളൂ. ചുമ്മാ ദൂരെ മാറി നിന്ന് ഒരു ശരീരം മാത്രം കണ്ട, അല്ലെങ്കിൽ കുരിശിൽ കിടക്കുന്ന ഒരു രൂപം സങ്കല്പിച്ചാലൊന്നും ഇതാവില്ല. ഇത് എന്ത് നടക്കുന്നു നമ്മൾ അറിയണ്ടേ. അതുകൊണ്ട് നമ്മൾ മാംസരക്തം ഉള്ളവരായതുകൊണ്ട് ക്രിസ്തുവും മാംസരക്തമുള്ളവനായി യേശുവായി വന്നു. നമുക്ക് മുന്നോട്ട് നടക്കുന്ന ഓരോ വീഡിയോകളിലും ഇതിൻ്റെ ആഴങ്ങളെക്കുറിച്ച് പഠിക്കാം. ഇപ്പോൾ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, മക്കളായ ഞങ്ങൾ മാംസരക്തമുള്ളവരായതുകൊണ്ടും ഞങ്ങളുടെ ആദി മാതാപിതാക്കൾ സാത്താൻ്റെ വൃക്ഷമായ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഭക്ഷിച്ച് അവരുടെ രക്തത്തിലേക്ക് തലമുറകൾ തോറും കടന്നു വരത്തക്കവണ്ണം പിശാച് ആധിപത്യം എടുക്കുകയും ദൈവം ജീവാത്മാവായി സൃഷ്ടിച്ചവരുടെ ആ ജീവൻ്റെ ആത്മാവിനെ ഇറക്കി വിട്ടിട്ട് സാത്താൻ്റെ ആത്മാവ് അവരെ തോട്ടത്തിൽ നിന്ന് പുറത്ത് ദൈവമാക്കിയപ്പോൾ സാത്താൻ്റെ ആത്മാവ് അവരുടെ ഉള്ളത്തിലേക്ക് വസിക്കുകയും പിന്നീട് വന്ന തലമുറകളെ മുഴുവൻ പാപത്തിലേക്കും അതിൻ്റെ ശാപത്തിലേക്കും അതിൻ്റെ ഫലമായ മരണത്തിലേക്കും കൊണ്ടുപോയെങ്കിൽ, ക്രിസ്തു ഞങ്ങളുടെ തന്നെ തലമുറയിൽ അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി എന്ന് പറയുന്നെങ്കിൽ, ആ മനുഷ്യ തലമുറയ്ക്കകത്ത് വന്ന് ശരീരമെടുത്ത് മാംസമെടുത്ത് രക്തമെടുത്ത് ഞങ്ങൾക്കായി പരിഹാരം ചെയ്ത് ഞങ്ങളെ വിടുവിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, ഇതിൻ്റെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ അടിയൻ കേൾവിക്കാരെ ഓരോരുത്തരെയും യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ബുദ്ധിയെ ദൈവം തുറന്നു കൊടുക്കണമേ, ആത്മാവിനെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ആളുകൾക്ക്, പ്രിയപ്പെട്ടവർക്ക്, കേൾവിക്കാർക്ക് ഇതൊരു ഹരമായി മാറണമേ. അനേകരിലേക്ക് ഈ വീഡിയോകൾ കൈമാറ്റം ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. കേരളം മുഴുവൻ ഇതിൻ്റെ അലയൊലികൾ എത്തിക്കുവാൻ ദൈവം സഹായിക്കണമേ. ഒരന്ത്യകാല ഉണർവായി ഇത് മാറണമേ. കർത്താവ്, ഇത് അനേകർക്ക് ആശ്വാസമായി മാറണമേ. വചനത്തിന് പുറത്തുള്ളത് ഒന്നും ഞങ്ങൾ സംസാരിപ്പാൻ ദൈവം ഇടയാക്കരുതേ. കേൾവിക്കാർ അത് വചനം വെച്ച് തന്നെ ഗ്രഹിക്കുവാനും ഇടയാക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.